ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് എന്താണെന്നല്ലേ, ഇന്ന് നമുക്ക് പേരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. എന്താ അപ്പോൾ അതിലേക്ക് പോയാലോ? പെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു വീട്ടിൽ ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ കുട്ടി നന്നായിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ എപ്പോഴും കുട്ടി നന്നായിട്ട് പഠിക്കണമെന്ന് കുട്ടിയോട് പറയുകയും പിന്നെ എല്ലാവരെക്കാട്ടിൽ ഉയർന്ന റാങ്ക് മേടിക്കണമെന്നും എല്ലാവരെക്കാട്ടിൽ മുൻപിൽ വരണമെന്നും ഒക്കെ ഈ അച്ഛന് ഭയങ്കര നിർബന്ധമുള്ളൊരു അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ പോകെ ഒരു ദിവസം ഈ മകന് ഒരു നല്ലൊരു ചിത്രം വരച്ചിട്ട് ഈ അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഈ അച്ഛന് അത് നോക്കാതെ പറഞ്ഞു, പരീക്ഷ വന്ന് അടുത്തിരിക്കുമല്ലേ, നീ പോയി പഠിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പം ഈ മകന് ആ പിക്ചറും കൊണ്ടങ്ങ് പോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ആ മകൻ നല്ലതായിട്ട് പഠിച്ചു, നല്ല ഉയർന്ന നിലയിലെത്തി, നല്ല ജോലി ലഭിച്ചു, നല്ല ജീവിതമുണ്ടായി. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ നോക്കുമ്പോൾ ഈ മകൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, അധികമൊന്നും മിണ്ടുന്നില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം ഒരു ദിവസം ഈ അച്ഛൻ മകൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്നോടിപ്പം കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മകൻ കൊടുത്ത മറുപടി, ഞാൻ പണ്ട് അച്ഛൻ്റെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കാൻ വന്നപ്പം അച്ഛൻ അത് കേൾക്കാൻ നിന്നില്ല. അന്നേരം അച്ഛന് പിന്നെ ഒന്നും മറുപടി പറയാനില്ലല്ലോ. അപ്പം നമ്മൾ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുക. നമ്മൾ എത്ര തിരക്കിലാണ് നമ്മളിരിക്കുന്നെങ്കിലും അറിയാം, നമ്മൾ ഇപ്പോൾ ഉള്ള ബിസി ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ചിലപ്പം അവരെ കേൾക്കാനോ, എല്ലാവരും ജോലിക്ക് പോകുന്നവരോ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും. എന്നാലും നമ്മളൊരു നിമിഷം അവർ പറയുന്നത് കേൾക്കുക. എല്ലാ കുട്ടികളും സ്കൂളിലും കോളേജസിലും ഒക്കെ പോയിട്ട് വരുമ്പം അന്ന് അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയ അന്നത്തെ കഥകളൊക്കെ നമ്മളോട് പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ടാവും അല്ലേ. അപ്പം നമ്മളത് സ്നേഹത്തോടെ അവിടെ ഇരുന്ന് അവർ പറയുന്നത് കേട്ട് അവരുടെ കൂടെ തന്നെ സന്തോഷിക്കുക. കാരണം ജീവിതത്തിൽ അവർ വളർന്ന് വലുതായി കഴിയുമ്പം അവർ ഈ നമ്മൾ കൊടുത്ത വലിയ ഗിഫ്റ്റുകളോ നമ്മൾ സമ്പാദിച്ചതോ ഒന്നും അല്ലായിരിക്കും അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. അവർക്ക് നമ്മളോടുകൂടെ സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഓർമ്മയിലുള്ളത്. ചില പേരൻസ് അങ്ങനെയാണ്, അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അവർ കുട്ടികൾ പറയുന്നത് ഒന്നും കേൾക്കാൻ നിൽക്കാറില്ല, അവരുടെ ബിസി അല്ലെ ഫോണിലായിരിക്കും അവർ. എന്നാലും ഒരു നിമിഷം നമ്മൾ അവർ പറയുന്നത് കേൾക്കണം അല്ലേ. നമ്മൾ അവരെ ഈ മറ്റുള്ള കുട്ടികളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്താനോ, ഈ എല്ലാ കുട്ടികളും ഒരേപോലെ മാർക്സ് മേടിക്കുന്നവരോ ഒന്നുമല്ല. എല്ലാവരും 95 എബോവ് മേടിക്കുന്നവരോ അല്ലെങ്കിൽ 90 എബോവ് മേടിക്കുന്ന കുട്ടികളൊന്നുമല്ല. 50% മേടിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, ബിലോ ആവറേജ് മേടിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടിയത് അല്ലേ. അവർ വന്നിട്ടിപ്പം ഒരു ദിവസം മാർക്ക് കൊണ്ടെന്ന് കാണിക്കുമ്പം അവർക്ക് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ശാസിക്കുകയല്ല വേണ്ടിയത്. നമ്മൾ അവരെ സ്നേഹത്തോടെ ഇത്രയും മാർക്ക് അല്ലേ ഈ പ്രാവശ്യം മേടിച്ചല്ലോ അല്ലെ മോൾ മേടിച്ചല്ലോ, അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി കുറച്ചുകൂടെ മേടിക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടിക്ക് അടുത്ത പ്രാവശ്യവും ഈ റിപ്പോർട്ട് കാർഡ് കൊണ്ടുവരുമ്പോൾ ധൈര്യമായിട്ട് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും അല്ലേ. അതേസമയം നമ്മൾ പെട്ടെന്ന് നമ്മൾ അവരെ ശാസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ആത്മവിശ്വാസം അല്ലേ, അവരുടെ ആ മനസ്സിലുള്ള അത് നമ്മൾ അങ്ങ് കെടുത്തുക. അവർക്ക് പിന്നെ അടുത്ത പ്രാവശ്യം അവർ ഈ റിപ്പോർട്ട് കാർഡ് നമ്മളെ കാണിക്കാൻ പോലും മടിക്കും അല്ലേ. പിന്നെ നമ്മൾ മാതാപിതാക്കളായ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ പറയുന്ന വാക്കുകളൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വല്ല തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിച്ചു അല്ലേ, നമ്മളോട് ക്ഷമിക്കുമെന്ന് മാതാപിതാക്കൾ പറയുമ്പം കുട്ടികൾക്കത് ഭയങ്കര പ്രോത്സാഹനം. അവർക്ക് അതൊരു ജീവിതത്തിൽ അവരത് മാതൃകയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോറി പറയാനും, പിന്നെ നമ്മൾ ആൾക്കാരോട് എങ്ങനെ ഇടപെടുന്നത്, നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും ആ റെസ്പെക്റ്റ് കൊടുക്കുന്നത് അവർ ശീലിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവർ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ അത്രത്തോളം അവരോട് മറ്റുള്ളവരോട് ബഹുമാനത്തോടും പിന്നെ സ്നേഹത്തോടും ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇത് പഠിച്ച് മുന്നോട്ട് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു അമ്മയും മകളും കൂടെ പാർക്കിൽ കൂടെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അമ്മയുടെ ശ്രദ്ധയിൽ ഒരു ചെടി ഇങ്ങനെ താഴ്ന്നിങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഉടനെ പുള്ളിക്കാരി അത് പെട്ടെന്ന് അതിൻ്റെ സൈഡിലുള്ള മണ്ണെല്ലാം ഒന്ന് ഇതാക്കി ആ മരത്തിനെ ചെടിയെ ഒന്ന് നേരെ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നേരെ നിർത്തി
ചെയ്തു. അപ്പോൾ ഈ മകൾ ഉടനെ അമ്മയോട് ചോദിച്ചു, ആ ചെടി അവിടെ നിന്നിട്ട് അതങ്ങ് വളർന്നു വരത്തില്ലായിരുന്നോ, അമ്മ എന്തിനാ അതിനെ ഇപ്പോൾ ഇത് ചെയ്യാൻ പോയെന്ന്. അപ്പോൾ അമ്മ കൊടുത്ത മറുപടി, ഇപ്പം ചെറിയ സമയമാണ് ആ ചെടി വളരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അതിനെ ഇതൊക്കെ ആക്കി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ നേരെയായിട്ടൊന്ന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ അങ്ങ് വളർന്നു പൊക്കോളും. അല്ലെങ്കിൽ അത് ഇങ്ങനെ കിടന്ന് വളരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിന് വളവുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളോടും ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ചെറിയ പ്രായത്തിൽ അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവരവരുടെ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തി, അല്ലേ. എല്ലാ കുട്ടികൾക്കും തെറ്റുകളുണ്ട്. അപ്പം നമ്മൾ ഓടുന്ന സമയത്ത് കുട്ടികൾ വീഴാറുണ്ട്. പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർ ചെയ്യുന്ന ചില മിസ്റ്റേക്സൊക്കെ എഴുതുമ്പം വരുത്താറുണ്ട്, അല്ലേ. ജീവിതത്തിലും ചില തെറ്റുകളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരെ സ്നേഹത്തോട് വിളിച്ചിരുത്തി അതങ്ങനെയല്ല മോനെ അല്ലേ മോളെ എന്ന് പറയുമ്പം അവരതൊക്കെ തിരുത്തി വലിയ നിലയിൽ എത്തിച്ചേരാൻ അവരെ സഹായിക്കും, അല്ലേ. അപ്പം നമ്മൾ അതിനൊരു വലിയ ഘടകമാണ്. നമ്മൾ ഇപ്പം രണ്ടുപേരും ഇപ്പോൾ ഹസ്ബൻഡും വൈഫും രണ്ട് ഫാമിലിയിൽ നിന്ന് നമ്മൾ വരുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേങ്കിൽ ചിലരിടത്താണെങ്കിൽ രണ്ട് പേരും ഒരുപോലെ കുട്ടികളെ കെയർ ചെയ്യുന്നവരും അല്ലെ അവരെ കേൾക്കുന്നവരും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ചില വീട്ടിൽ ആരെങ്കിലും ഒരു പേരൻ്റ് ഉണ്ടാവും നല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കുട്ടിയുടെ അടുത്തിരിക്കുന്നത്, അല്ലേ. അപ്പോൾ അവർ എന്തെന്ന് പറഞ്ഞാൽ അവർ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടും. അവർ മടിക്കത്തില്ല, ഒരു കാര്യങ്ങളും അവർ മറച്ചു വെക്കത്തില്ല. അപ്പം അതൊരു വലിയൊരു ഗുണമാണ്. നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു ഗുണമാണ്, അല്ലേ. പിന്നെ നമ്മൾ ദേഷ്യപ്പെടുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുമ്പം അവർക്കുള്ള ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോവുക. അവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതൊക്കെയാണ്. അപ്പം നമ്മളത് ചെറിയ പ്രായത്തിലേ അത് കെടുത്തുക. നമ്മൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ചിലപ്പം കുറച്ച് പുറകിലാണെങ്കിൽ നമ്മൾ അവരുടെ മറ്റുള്ള ടാലൻറ്റുകൾ കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മളവരെ വഴിതിരിച്ച് വിടുക, അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം കുട്ടികൾ നല്ല രീതിയിൽ നല്ല ആത്മവിശ്വാസം, നമ്മൾ ഈ ദേഷ്യപ്പെടുകയും ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം അവരുടെ ഉള്ളിൽ ആ ആത്മവിശ്വാസം അവരുടെ നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലേ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഭയങ്കര കരുതലോടെ നമ്മൾ പോകുമ്പോൾ അവർക്ക് മുന്നോട്ട് അവരുടേതായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അവരെ സഹായിക്കും, അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസ് അല്ല. നമുക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ. എല്ലാ കുട്ടികളും പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളല്ല. പക്ഷേ അതിലേക്ക് എത്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ കർത്തവ്യമാണ്, അല്ലേ. അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സംരക്ഷണമൊക്കെ കൊടുത്ത് നല്ല അച്ചടക്കത്തോടെ നമ്മുടെ കുട്ടികളെ വളർത്തുവാൻ നമ്മളെ ഓരോരുത്തർക്കും നമുക്കതിനുള്ള കഴിവ് എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ഇവിടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ.